ഹലോ ഗൈസ്, ഇറ്റ്സ് മീ വഴുപോക്കൻ. അപ്പോ ഇങ്ങനെ യൂട്യൂബിൽ വന്നിട്ട് കുറച്ച് നാളായി. ഇങ്ങനെ ഫേസൊക്കെ കാണിച്ച് വീഡിയോ ചെയ്തിട്ട് കുറെ നാളായി. അപ്പോ എൻ്റെ മുമ്പത്തെ ഈ യൂട്യൂബ് ചാനലിലുള്ള മുമ്പത്തെ വീഡിയോസ് ഫുള്ള് ഡിലീറ്റ് ആക്കിയിട്ട് പുതിയൊരു ഇതുപോലെ ചെയ്യാണ്. അപ്പോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാല് എൻ്റെ ലൈഫിൽ കുറച്ച് വർഷങ്ങൾ മുമ്പേ ഉള്ള ഒരു ആഗ്രഹം, ഒരു ഡ്രീം, അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഈ വരുന്ന 21 ഡിസംബർ 21 പോവാൻ പോവാന്ന് പറഞ്ഞാൽ ഒരു ട്രിപ്പ് പോവാൻ പോവാണ്. അതായിരുന്നു. അപ്പോൾ മിക്കുള്ള എല്ലാവർക്കും ഉണ്ടാകുന്ന പോലത്തെ ഒരു ഡ്രീം തന്നെയാണ്, ഒരു മണാലി ട്രിപ്പ്. ബൈക്കിലൊന്നുമല്ല, ജസ്റ്റ് ട്രെയിനും ക്യാബും, ക്യാബില്ല, ട്രെയിനും റെന്റഡ് ബൈക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു ചെറിയൊരു യാത്ര. അപ്പോൾ ചെറിയൊരു ബഡ്ജറ്റിലാണ് പോകുന്നത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരു ചെറിയൊരു വീഡിയോ പോലെ ഇനി തൊട്ട് കാണും, യാത്ര ചെയ്യുന്ന വീഡിയോയും. പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ യാത്രയുടെ പ്രിപ്പറേഷൻ ആണ്. ഓക്കെ, അതായത് എന്തൊക്കെ സാധനങ്ങളാണ് കൊണ്ടുപോകുന്നതെന്ന് കാണിക്കുക. അങ്ങനത്തെ കുറച്ച് സാധനങ്ങളെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കാണത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ മണാലിയിലും എല്ലാം പോകാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ലോ ബഡ്ജറ്റിൽ പോവാം, ഞങ്ങൾ എങ്ങനെ എത്ര ബഡ്ജറ്റിലാണ് പോകുന്നത്, ഞങ്ങൾക്ക് എന്തൊക്കെ ചെലവ് വന്നു, അതെല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. വീഡിയോ സീരീസ് പോലെ ആയിരിക്കും ആ ഒരു മണാലി ട്രിപ്പിന്റെ. ഓക്കെ, പിന്നെ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പൊ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ ജസ്റ്റ് ഈ ചെറിയൊരു ഇൻഫർമേഷൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഇനി തൊട്ട് വരുന്ന വീഡിയോസ് ഒക്കെ ഇടുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാനും പറയുന്നില്ല, ലൈക്ക് അടിക്കാനും പറയുന്നില്ല, ഒന്നും ചെയ്യാൻ പറയുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം നിങ്ങൾ കാണുക. അപ്പോൾ നിങ്ങളെ കൂട്ടുകാർക്ക് ആർക്കെങ്കിലും നിങ്ങൾക്ക് അത് അവർക്ക് ഉപകാരപ്പെടും എന്ന് തോന്നിയാൽ മാത്രം ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഗൈസ്, അപ്പോ ഞാൻ പറഞ്ഞില്ലായിരുന്നു, കുറച്ച് നാളത്തെ ഒരു ആഗ്രഹം, ഒരു അറൗണ്ട് ഒരു 4-5 വർഷമായിട്ടുള്ള ഒരു ആഗ്രഹം പോകണം എന്നിട്ടുള്ളത്. അപ്പോ അത് ഈ ഒരു നാളെയാണ്, കറക്റ്റ് പറഞ്ഞ നാളെയാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ പോവാൻ പോവുകയാണ്. ഞങ്ങൾ പോകുന്നത്, ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെയാണ് പോകുന്നത്. അവന്റെ പേര് പൃഥ്വിരാജ് എന്നാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരുമായിട്ടാണ് പോകുന്നത്. നാളെ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ട്രെയിൻ. അവിടുന്ന് നേരെ ഡൽഹി, അവിടുന്ന് ചണ്ഡീഗഡ്, അവിടുന്ന് മണാലി, അങ്ങനെ പോകുന്നത്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് പോകുന്നതും ട്രെയിൻ ടിക്കറ്റ് റേറ്റും എല്ലാം പോകുന്ന വഴിക്കുള്ള ഈ ഒരു സീരീസിൽ ഫുള്ളായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഞാൻ എന്തൊക്കെയാണ് കൊണ്ടുപോകുന്നതെന്ന് കാണിക്കുകയാണ്. കാണാം ഗൈസ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് കൊണ്ടുപോകാനായിട്ട് ഇപ്പോൾ എടുത്തു വെച്ചിരിക്കുന്നത്. കുറച്ച് സാധനം കൂടെ അതിൻ്റെ അത് വരും. അത് രണ്ടും ഇല്ല കേട്ടോ, അത് വേറെതാ. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് പറയാം. ഫസ്റ്റ് തന്നെ നമ്മുടെ ട്രാവൽ ബാഗാണ്. എൻ്റെ ഒരു ഫ്രണ്ട് തന്നതാണ്. എൻ്റെ ബാഗ് ഒരുപാട് വലിപ്പമുള്ളൊരു ബാഗാണ്. അതുകൊണ്ട് ഇത് കുറച്ച് ചെറിയ ബാഗാണ്, ലോങ് ആയിട്ട് നിൽക്കുന്ന ബാഗാണ്. അപ്പോൾ കുഴപ്പമില്ല. അതേപോലെ തന്നെ ഒരു തൊപ്പി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതെന്ന് പറയുന്നത് ഒരു ബെഡ്ഷീറ്റാണ്. നമ്മൾ ട്രെയിനിൽ എന്തായാലും ഒരു പോകുമ്പോൾ തന്നെ ഒരു 3 ദിവസത്തോളം നിൽക്കുന്നുണ്ട്. അപ്പോൾ 3, 6, 7 അറൗണ്ട് ഒരു 7 ദിവസത്തോളം ട്രെയിനിലൊക്കെ കാണാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ബെഡ്ഷീറ്റാണ്. ഇതാകുമ്പം അത്യാവശ്യം തണുപ്പൊന്നും സീൻ വരത്തില്ല. പിന്നെ കുറച്ച് ഷോർട്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതെന്ന് പറഞ്ഞ ഷർട്ടും ടീഷർട്ടും കൂടെ ഇട്ടുള്ളതാണ്. അപ്പോൾ അത് പിന്നെ അത് 2 ഹുഡി ഇരിക്കുന്നുണ്ട്, അത്ര കനം തോന്നുന്നത്. അല്ലെങ്കിൽ ഒരു 2, 4, 5 ടീഷർട്ടേ ഉള്ളൂ. ഓക്കെ, പിന്നെ ഇത് 3 പാൻസ് ഉണ്ട്. 3 പാൻസ് കൊണ്ടുപോകാൻ. പിന്നെ നമ്മുടെ അണ്ടർവെയർ, പിന്നെ പല്ല് തേക്കാനുള്ള ബ്രഷ്, പേസ്റ്റ്, സോപ്പ്. ഇത് സൺസ്ക്രീനാണ്. പിന്നെ നമ്മുടെ ബ്ലൂടൂത്ത് സ്പീക്കർ എടുത്തിട്ടുണ്ട് ഒരു വൈബിന് വേണ്ടിയിട്ട്. പിന്നെ സോക്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ലാപ്ടോപ്പ് എടുത്തിട്ടുണ്ട്, ചാർജർ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പവർ ബാങ്ക്, വാച്ച്, എയർപോഡ്സ്, പിന്നെ ഒരു തോർത്ത് എടുത്തിട്ടുണ്ട്. പിന്നെ 2 ഷൂ എടുത്തിട്ടുണ്ട്. ഈ ഷൂ എന്ന് പറയുമ്പോൾ തുണിയാണ്, അപ്പോൾ വലിയ സീൻ വരത്തില്ല, അധികം ഇത് പോകത്തില്ല, സ്റ്റോറേജ് പോകത്തില്ല. അതൊരു സൈഡിലൊരു മൂലയിൽ തന്നെ ഇരുന്നോളും. പിന്നെ ഈ ഷൂ ഉണ്ട്. പിന്നെ ഒരു ചെരുപ്പും കൂടെ ഉണ്ട്, അത് ഞാൻ വാങ്ങിച്ചിട്ടില്ല, എന്ന് പോയി വാങ്ങിച്ചിട്ട് ഒന്ന് സെറ്റാക്കണം. പിന്നെ കുറച്ച് ഫുഡ് ഐറ്റംസ് ആണിത്, കുറച്ച് ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇത് മെയിനായിട്ടുള്ള ഒരു സാധനമാണ്.
അതായത് വയറുവേദനയ്ക്കും തലവേദനയ്ക്കും പിന്നെ പനിക്കും ഉള്ള എല്ലാ ഗുളികകളുണ്ട്. വൊമിറ്റിങ് അങ്ങനത്തെയൊക്കെ ഉള്ള ഇതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഗുളികകളും സെറ്റാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കുറച്ച് കാര്യങ്ങളും കൂടെ ഇതിൻ്റെ അകത്ത് ആഡാവും. അപ്പോൾ അങ്ങനെയാണ് ഗൈസ്. പിന്നെ ചിലപ്പോഴേ ഞാൻ ഇത്ര ഡ്രസ്സ് കൊണ്ടുപോകത്തുള്ളൂ. ഡ്രസ്സ് ഞാൻ ചിലപ്പോൾ 2-3 ഡ്രസ്സ് എടുത്ത് മാറ്റി വയ്ക്കാൻ ചാൻസ് ഉണ്ട്. കാരണം അതിൻ്റെ അകത്ത് ഞാൻ ഇതുവരെ അടുത്ത് വെച്ച് നോക്കിയിട്ടില്ല. വെച്ച് നോക്കുമ്പോൾ എങ്ങനെയാണെന്ന് അതിൻ്റെ അകത്ത് ഒതുങ്ങി ഇരിക്കുമോ എന്നുണ്ടെങ്കിൽ കൊണ്ടുപോകും, അല്ലാന്നുണ്ടെങ്കിൽ അതെടുത്ത് മാറ്റും. ഓക്കെ ഗൈസ്, അങ്ങനെ ഈ ഒരു ഡ്രീം അച്ചീവ് ചെയ്യാൻ പോവുകയാണ്. നാളെ ഞങ്ങൾ മണാലിക്ക് പോകാൻ പോവുകയാണ്. ഓക്കെ, അതേപോലെ തന്നെ വേറൊരു ഡ്രീം ഉണ്ടായിരുന്നു. ഈ ഒരു ഡ്രീം അത് അച്ചീവ് ആയിട്ട് ഇവിടെ വന്നിരിക്കുവാണ്. ഓക്കെ, ഒരു ഗെയിമിംഗ് പി സി ആണ്. ഗെയിമിംഗ് പി സി നമ്മുടെ ട്രിവാൻഡ്രത്തെ നെക്സ്റ്റ് നിന്ന് ബിൽഡ് ചെയ്തതാണ് ഈ ഒരു പി സി. അപ്പോൾ എന്തായാലും ഞാൻ ട്രിപ്പൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇത് എൻ്റെ റൂമല്ല. അപ്പോൾ വീട് പണി നടക്കുകയാണ്. വീട് പണിയൊക്കെ കഴിഞ്ഞ് റൂമിലൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു അടിപൊളി വീഡിയോ ഇതിൻ്റെ വരുന്നതായിരിക്കും. എന്തായാലും ഇടാം. ഓക്കെ ഗൈസ്, ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു, ഒരു കുട്ടി വീഡിയോ ആയിരുന്നു. എന്തൊക്കെ കൊണ്ടുപോകുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ ഇനി മുതൽ വരുന്ന വീഡിയോസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ട്രെയിൻ പോകുന്നത് അങ്ങനത്തെ ഒരു സീരീസ് പോലെ ആയിരിക്കും. എല്ലാം മണാലിയിലോട്ട് പോകുന്ന വഴിക്കുള്ള എല്ലാം കാണിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, നല്ല വീഡിയോ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.